പല സംസ്കാരങ്ങളിലും പ്രാചീന കാലം മുതൽ ഭക്ഷ്യവസ്തുവായി ഉപയോഗിച്ചു വരുന്നതും ലോക വ്യാപാരത്തിൽ വളരെ വലിയ കാർഷിക വിപണി മൂല്യമുള്ള ഒരു സസ്യമാണ് സൂര്യകാന്തി. മിതോഷ്ണ പ്രദേശങ്ങളിലും ചില ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലും മനുഷ്യർക്കും കന്നുകാലികൾക്കും കോഴികൾക്കും ഭക്ഷ്യവിളയായും അലങ്കാര സസ്യമായും ഒക്കെ ഇത് കൃഷി ചെയ്യുന്നു. സൂര്യകാന്തി ചെടിയുടെ വൈദ്യ ഉപയോഗം, ഭക്ഷ്യ ഉപയോഗം, വിപണനം എന്നിവയെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വിവരങ്ങൾ വിശദമായി അറിയാൻ വീഡിയോ മുഴുവനായും കാണുക. അതുകൂടാതെ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രതികരണങ്ങളും ലൈക്കായോ കമന്റായോ രേഖപ്പെടുത്തുക. ഒപ്പം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള ചെടിയെക്കുറിച്ചുള്ള വിജ്ഞാനപ്രദമായ വീഡിയോകൾ തുടർന്നും ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചില പ്രദേശങ്ങളിൽ സൂര്യകാന്തി വിത്തുകൾ ഒരു ലഘുഭക്ഷണമായി തന്നെ വിൽക്കുന്നു. അസംസ്കൃതമായോ അല്ലെങ്കിൽ അടുപ്പിൽ വറുത്തതിന് ശേഷമോ ഉപ്പ് ചേർക്കാതെ സുഗന്ധ വ്യഞ്ജനങ്ങൾ ചേർത്തോ അല്ലാതെയോ ഒക്കെ വിൽക്കുന്നു. സൂര്യകാന്തി വിത്തുകൾ ഒരു നിലക്കടല വെണ്ണയ്ക്ക് പകരമായി സംസ്കരിക്കാം. സൂര്യകാന്തി വെണ്ണ പക്ഷികൾക്കുള്ള ഭക്ഷണമായി മാർക്കറ്റുകളിൽ വിൽക്കുന്നു. ഇത് പാചകത്തിലും സലാഡുകളിലും നേരിട്ട് ഉപയോഗിക്കാം. ബ്രെഡ്, മെഡിക്കൽ ഓയിന്റ്മെന്റുകൾ, ചായങ്ങൾ, ബോഡി പെയിന്റുകൾ എന്നിവയിൽ സൂര്യകാന്തി പൂവ് വളരെ മുൻപ് തന്നെ അമേരിക്കക്കാർ ഉപയോഗിച്ചിരുന്നു. വിത്തുകളിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന സൂര്യകാന്തി എണ്ണ പാചകത്തിനും കരിയർ ഓയിലായും ഉപയോഗിക്കുന്നു. അതിലെല്ലാം ഉപരി ഇത് ബയോഡീസൽ ഉൽപ്പാദിപ്പിക്കാനും ഉപയോഗിക്കുന്നു. വ്യത്യസ്ത ഫാറ്റി ആസിഡ് കോമ്പിനേഷൻ ഉള്ള ഒരു സൂര്യകാന്തി ശ്രേണി തന്നെ നിലവിലുണ്ട്. ചില ഉയർന്ന ഒലിവ് ഇനങ്ങളിൽ ഒലിവ് ഓയിലിനേക്കാൾ ഉയർന്ന അളവിലുള്ള മോണോസാച്ചുറേറ്റഡ് കൊഴുപ്പുകൾ ഇവയുടെ എണ്ണയിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന്റെ എണ്ണ ചില സോപ്പുകളിലും ഉപയോഗിക്കാറുണ്ട്. ഒന്നാം ലോകമഹായുദ്ധത്തിനു ശേഷം റഷ്യൻ ആഭ്യന്തര യുദ്ധകാലത്ത് ഉക്രൈനിലെ ആളുകൾ മണ്ണെണ്ണയുടെ കുറവ് കാരണം വിളക്കുകളിൽ സൂര്യകാന്തി എണ്ണ ഉപയോഗിച്ചിരുന്നു. വിത്തിന്റെ എണ്ണ സംസ്കരിച്ചതിന് ശേഷം ശേഷിക്കുന്ന ഇതിന്റെ പിണ്ണാക്ക് കന്നുകാലി തീറ്റയായി ഉപയോഗിക്കാം. എണ്ണ വേർതിരിച്ചെടുക്കുന്നതിന് മുൻപ് വിത്തുകളുടെ പുറന്തോട് നീക്കം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പുറന്തൊലി വളർത്തുമൃഗങ്ങൾക്കും നൽകാം. ചൈന, റഷ്യ, യുണൈറ്റഡ് സ്റ്റേറ്റ്, മിഡിൽ ഈസ്റ്റ്, യൂറോപ്പ് എന്നിവിടങ്ങളിൽ സൂര്യകാന്തി ഒരു പനീർ ബട്ടർ, ഇതര സൺ ബട്ടറായും ഇത് കൂടാതെ പല പാചകങ്ങളിലും സലാഡുകളിലും നേരിട്ട് ഉപയോഗിക്കുന്നു. ഇന്ന് ലോകത്തിന്റെ പല പ്രദേശങ്ങളിലും ഒരു ഭക്ഷ്യ എണ്ണയായി സൂര്യകാന്തി ഉപയോഗിക്കുന്നു. സൂര്യകാന്തി പൂക്കളും ലാറ്റക്സ് ഉൽപ്പാദിപ്പിക്കുന്നു. ഹൈപ്പോ അലോർജനിക് റബ്ബർ ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരു ബദൽ വിളയായി ഇവ മെച്ചപ്പെടുത്തുന്നതിനുള്ള പരീക്ഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വലിയ സൂര്യകാന്തി പൂവിൽ ഏകദേശം 2000 വിത്തുകളെങ്കിലും ലഭിക്കും. ഈ വിത്തുകൾ മുഖാസ്, പോഷകാഹാര ബാറുകൾ, അപ്പം, മഫിനുകൾ, തൈര് എന്നിവയ്ക്കൊപ്പം ഒക്കെ കഴിക്കാം. 16-ാം നൂറ്റാണ്ടിൽ അമേരിക്കയിൽ നിന്നും സൂര്യകാന്തി വിത്തുകൾ യൂറോപ്പിലേക്ക് കൊണ്ടുവന്നു. അവിടെ സൂര്യകാന്തി എണ്ണയ്ക്കൊപ്പം ഇവ വ്യാപകമായ പാചക ഘടകമായി മാറി. കാലക്രമേണ വ്യാവസായികോൽപാദനത്തിന്റെ ഭൂരിഭാഗവും യൂറോപ്പിലേക്ക് മാറി. 2020 കണക്കനുസരിച്ച് റഷ്യയും ഉക്രൈനും ചേർന്ന് ലോകമെമ്പാടുമുള്ള ഉൽപാദനത്തിന്റെ പകുതിയിലധികം ഉൽപാദനം നടത്തുന്നു. 2023 കണക്കനുസരിച്ച് ലോകോൽപാദനത്തിന്റെ 31% റഷ്യയും ഉക്രൈൻ 26%, യൂറോപ്യൻ യൂണിയൻ 18%, അർജന്റീന 7%, ചൈന 4%, തുർക്കി 3%, കസാക്കിസ്ഥാൻ 2%, യുണൈറ്റഡ് സ്റ്റേറ്റ് 2%, സൗത്ത് ആഫ്രിക്ക 2%, വെർബിയ 1%. ഇങ്ങനെയാണ്. ഈ പട്ടികയിൽ ലോകോൽപാദനത്തിൽ നമുക്ക് സ്ഥാനം പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് മാത്രമല്ല, ലോകത്തിലെ ഏറ്റവും വലിയ കാർഷിക ഉൽപാദക രാജ്യങ്ങളിൽ ഒന്നായ ഇന്ത്യക്ക് ആഭ്യന്തര ഉൽപാദനത്തിനുള്ള സ്വയം പര്യാപ്തത പോലും കൈവരിക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് യാഥാർത്ഥ്യം. വളരെയധികം സൂര്യപ്രകാശവും നല്ല മൺസൂണും ലഭിക്കുന്ന നമ്മുടെ രാജ്യത്ത് ഇതിന്റെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഇതിന്റെ ഭക്ഷ്യ ഉപയോഗത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ ഈ ചരിത്ര യാഥാർത്ഥ്യം കൂടി നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് പെടുത്തുകയാണ്. ഓരോ ചെടിയെക്കുറിച്ചുമുള്ള വീഡിയോകൾ തയ്യാറാക്കുമ്പോൾ അതിനെ സംബന്ധിക്കുന്ന പരമാവധി വിഷയങ്ങളിലേക്ക് ഞങ്ങൾ കടക്കാൻ ശ്രമിക്കുകയാണ്. കാരണം ഓരോ വീഡിയോയും ഇന്ത്യയുടെ കാർഷിക അഭിവൃദ്ധിക്ക് മുതൽക്കൂട്ടാവണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അലോപ്പതി ഗുണങ്ങൾക്കായി ഇത് പലപ്പോഴും നട്ടുപിടിപ്പിക്കാറുണ്ട്. വളരെ മുമ്പ് തന്നെ തലമുടിയിൽ അണിയാൻ തദ്ദേശീയരായ അമേരിക്കക്കാർ ഇത് ഉപയോഗിച്ചിരുന്നു. സുന്നി ജനതയിൽ പാമ്പുകടിയേറ്റാൽ വിഷം വലിച്ചെടുക്കുന്നതിനും മുറിവിൽ പരട്ടുന്നതിനു മുമ്പായി ഇതിന്റെ പച്ചയോ ഉണങ്ങിയതോ ആയ വേരുകൾ മരുന്നായി മനുഷ്യൻ ചവച്ചരച്ചു കഴിക്കുകയും ചെയ്തിരുന്നു. ധാരാളം പോഷകങ്ങൾ നിറഞ്ഞ സൂര്യകാന്തി വിത്തുകൾ യഥാർത്ഥത്തിൽ സൂര്യകാന്തിയുടെ പഴങ്ങളാണ്. ഈ ചെറിയ വെളുത്ത നിറമുള്ള വിത്തുകൾ ചാരനിറത്തിലുള്ള കറുത്ത ഷെല്ലുകൾ പൊതിഞ്ഞതാണ്. മൃദുവായ ഈ വിത്തുകൾക്ക് നേരിയ പഴുപ്പ് സ്വാദുണ്ട്. നിങ്ങൾക്ക് അവയുടെ രുചി കൂട്ടാൻ വറുത്തെടുത്തോ അല്ലെങ്കിൽ അതേപടിയോ കഴിക്കാം. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ സൺഫ്ലവർ ഓയിൽ ഭക്ഷ്യ ആവശ്യത്തിന് വളരെയധികം ഉപയോഗിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ പോഷക ഔഷധ ഗുണങ്ങൾ പരിമിതിക്കുള്ളിൽ നിന്നും പരമാവധി പറയാൻ ശ്രമിക്കുന്നതാണ്.
ഈ വിത്തുകളിൽ അടങ്ങിയിരിക്കുന്ന തയാമിൻ, അതായത് വൈറ്റമിൻ B1, നമ്മുടെ ഭക്ഷണത്തിൽ അടങ്ങിയിരിക്കുന്ന കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, കൊഴുപ്പ് എന്നിവയെ ഊർജ്ജമാക്കി മാറ്റുന്നതിനും പേശിയുടെ വളർച്ചയെയും സഹായിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരു പിടി സൂര്യകാന്തി വിത്തുകൾ കഴിക്കുമ്പോൾ നിങ്ങൾക്ക് ഉടനെ തന്നെ ഊർജ്ജം ലഭിക്കും. ഇതിന്റെ വിത്തുകൾക്ക് ശക്തമായ ആന്റി ബാക്ടീരിയൽ പ്രവർത്തനമുണ്ട്. അത് കോശങ്ങളിൽ നിന്ന് ബാക്ടീരിയകളെയും അണുബാധകളെയും ഫലപ്രദമായി നീക്കം ചെയ്യാനും നമ്മുടെ ശരീരത്തിലെ വിഷവസ്തുക്കളെ പുറന്തള്ളാനും സഹായിക്കുന്നു. സൂര്യകാന്തി വിത്തുകൾ കഴിക്കുന്നത് ചർമ്മത്തിന് തിളക്കം നൽകുന്നു. കൂടാതെ ഇതിന്റെ ആന്റി ബാക്ടീരിയൽ, ആന്റി ഫംഗൽ പ്രവർത്തനം അണുബാധകളെ തടഞ്ഞ് നമ്മുടെ ചർമ്മത്തെ ശുദ്ധമായി നിലനിർത്തുന്നു. ഇതിലടങ്ങിയിരിക്കുന്ന ഓലിക്, ലിനോലൈക് ആസിഡുകൾ കൊളാജൻ, ഇലാസ്റ്റിൻ എന്നിവയുടെ രൂപീകരണത്തിന് സഹായിക്കുന്നു. അവ മുറിവുണക്കുന്നത് വേഗത്തിലാക്കുകയും പാടുകൾ ഉണ്ടാകുന്നത് തടയുകയും ചെയ്യുന്നു. ഗർഭാവസ്ഥയിൽ സൂര്യകാന്തി വിത്തുകൾ കഴിക്കുന്നതിന്റെ ഫലങ്ങൾ പലതാണ്. കാരണം ഇതിൽ വൈറ്റമിൻ E അടങ്ങിയിട്ടുണ്ട്. ഇത് പ്രസവത്തിന് മുമ്പുള്ള ആരോഗ്യത്തിന് ഗുണം ചെയ്യും. അങ്ങനെ വൈറ്റമിൻ E ഗർഭാശയത്തിലെ കുഞ്ഞിന്റെ വളർച്ചയെ സഹായിക്കുന്നു. അതിനാൽ സൂര്യകാന്തി വിത്തുകൾ ഗർഭിണികൾക്കും അവരുടെ കുഞ്ഞുങ്ങൾക്കും പോഷകാഹാരത്തിന്റെ ഫലപ്രദമായ ഒരു ഉറവിടമാണ്. സൂര്യകാന്തി വിത്തുകൾ കലോറിയാൽ സമ്പന്നമാണ്. ഇതിന്റെ 100 ഗ്രാം വിത്തിൽ 585 കലോറി ഊർജ്ജം അടങ്ങിയിട്ടുണ്ട്. ഇവയിൽ നല്ല അളവിൽ നാരും, അതായത് 8.5 ഗ്രാം, കൊഴുപ്പ് 51.5 ഗ്രാമും അടങ്ങിയിട്ടുണ്ട്. ഈ കൊഴുപ്പിൽ കൂടുതലും പോളി അൺസാച്ചുറേറ്റഡും മോണോസാച്ചുറേറ്റഡുമാണ്. ഇവയെല്ലാം നല്ല കൊഴുപ്പുകളുമാണ്. ഇതുകൂടാതെ ഇവയിൽ പ്രോട്ടീൻ, അതായത് 20.77 ഗ്രാമും അടങ്ങിയിട്ടുണ്ട്. അത് പ്രോട്ടീന്റെ വളരെ ഉയർന്ന ഒരു അളവാണ്. തയാമിൻ, റൈബോഫ്ലെവിൻ, നിയാസിൻ, പാൻറ്റോതെനിക് ആസിഡ്, ഫോളേറ്റ്, കോളിൻ, വൈറ്റമിൻ B6, വൈറ്റമിൻ C, വൈറ്റമിൻ E തുടങ്ങിയവയും അടങ്ങിയിട്ടുണ്ട്. കാൽഷ്യം, അയൺ, മഗ്നീഷ്യം, മാംഗനീസ്, ഫോസ്ഫറസ്, പൊട്ടാസ്യം, സോഡിയം, സിങ്ക് തുടങ്ങിയ ധാതുക്കളും അടങ്ങിയിട്ടുണ്ട്. ഇതിന്റെ വിത്തുകൾ കഴിക്കുമ്പോൾ ശക്തമായ ആന്റി ഓക്സിഡന്റുകളായ ഫ്ലവനോയിഡുകൾ, ഫിനോളിക് ആസിഡുകൾ തുടങ്ങിയ സംയുക്തങ്ങളും നമുക്ക് ലഭിക്കുന്നു. സൂര്യകാന്തി വിത്തുകളുടെ പോഷകാഹാരം അവശ്യ വൈറ്റമിനുകളും ധാതുക്കളും ആരോഗ്യകരമായ കൊഴുപ്പുകളും പ്രദാനം ചെയ്യുന്ന നല്ല ഒരു ഡയറ്റ് പാക്കേജാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ പോഷകസമൃദ്ധവും വൈവിധ്യപൂർണവുമായ ലഘുഭക്ഷണമായി ഉപയോഗിക്കാം. വിട്ടുമാറാത്ത വീക്കത്താൽ ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് ട്രയൽ മിശ്രിതത്തിന്റെ ഭാഗമായി സൂര്യകാന്തി വിത്തുകൾ കഴിക്കുന്നതിലൂടെയോ പ്രഭാത ധാന്യത്തിൽ ചേർക്കുന്നതിലൂടെയോ അല്ലെങ്കിൽ സൂപ്പിലോ സലാഡിലോ വിതറുന്നതിലൂടെയോ ആശ്വാസം ലഭിക്കും. സൂര്യകാന്തി വിത്തുകളുടെ ആരോഗ്യ ഗുണങ്ങളിൽ ഫ്ലവനോയിഡുകൾ, വൈറ്റമിൻ E, മറ്റ് സംയുക്തങ്ങൾ തുടങ്ങിയ വിരുദ്ധ ബാഹ്യാവിഷ്കാര ഗുണങ്ങളും ഉൾപ്പെടുന്നു. നിങ്ങളുടെ ഏതെങ്കിലും ഭക്ഷണത്തിന്റെ ഭാഗമായി സൂര്യകാന്തി വിത്തുകൾ ആഴ്ചയിൽ 3 മുതൽ 5 തവണ വരെ കഴിക്കുന്നത് സന്ധിവേദന പോലുള്ള വിട്ടുമാറാത്ത അവസ്ഥകളിലേക്കുള്ള അപകട സാധ്യത ഗണ്യമായി കുറയ്ക്കുന്നതായും വിദഗ്ധർ കണ്ടെത്തിയിട്ടുണ്ട്. മഗ്നീഷ്യം പോലുള്ള ധാതുക്കളുടെ തെളിയിക്കപ്പെട്ടിട്ടുള്ള ഒരു ഉറവിടമാണ് സൂര്യകാന്തി വിത്തുകൾ. മഗ്നീഷ്യത്തിന്റെ ഉറവിടമായതിനാൽ മസിൽ ടോൺ നിലനിർത്താനും അവയെ ശക്തിപ്പെടുത്താനും പേശി വലിവ് ഒഴിവാക്കാനും സൂര്യകാന്തി വിത്തുകൾ സഹായിക്കും. സൂര്യകാന്തി വിത്തുകൾ പുരുഷന്മാർക്ക് നിരവധി ആരോഗ്യ ഗുണങ്ങൾ നൽകുന്നു. വൈറ്റമിൻ E അടങ്ങിയ ഇവ പോസ്റ്റേറ്റ് ആരോഗ്യം പ്രോത്സാഹിപ്പിക്കുകയും പ്രത്യുൽപാദന പ്രവർത്തനത്തെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നു. സിങ്കിന്റെ സാന്നിധ്യം ടെസ്റ്റോസ്റ്റിറോൺ ഉൽപാദനത്തിന് കാരണമാകുന്നു. ഇത് പുരുഷന്മാരുടെ പ്രത്യുൽപാദനത്തിന് നിർണായകമാണ്. കൂടാതെ ഇതിലടങ്ങിയിരിക്കുന്ന സെലീനിയം ബീജകോശങ്ങളെ ഓക്സിഡേറ്റീവ് നാശത്തിൽ നിന്നും സംരക്ഷിക്കുന്നു. സൂര്യകാന്തി വിത്തുകൾ സ്ത്രീകൾക്ക് വിവിധ ആരോഗ്യ ഗുണങ്ങൾ നൽകുന്നുണ്ട്. ഇതിലടങ്ങിയിരിക്കുന്ന ഫോളാറ്റിന്റെ സാന്നിധ്യവും പ്രത്യുൽപാദന ആരോഗ്യത്തിന് ഗുണം ചെയ്യും. ഇതിലെ മഗ്നീഷ്യം അസ്ഥിയുടെ സാന്ദ്രതയെ പിന്തുണയ്ക്കുകയും ആർത്തവ സംബന്ധമായ പ്രശ്നങ്ങൾ ലഘൂകരിക്കുകയും ചെയ്യുന്നു. ഇതുകൂടാതെ ഇതിന്റെ വിത്തുകൾ സ്ത്രീകൾക്ക് ഹോർമോൺ ബാലൻസ് സംഭാവന ചെയ്യുന്ന അവശ്യ ഫാറ്റി ആസിഡുകൾ നൽകുന്നു. അതുകൊണ്ട് തന്നെ ഈ വിത്തുകൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് സ്ത്രീകൾക്ക് മൊത്തത്തിലുള്ള ക്ഷേമം, ഹോർമോൺ ആരോഗ്യം, പോഷകങ്ങളുടെ ഉപഭോഗം എന്നിവയ്ക്ക് പോഷകപ്രദമായ ഒരു മാർഗമാണ്. അവശ്യ പോഷകങ്ങളാൽ സമ്പുഷ്ടമായ സൂര്യകാന്തി വിത്തുകൾ ഊർജ്ജസ്വലവും ആരോഗ്യകരവുമായ മുടി നിലനിർത്താനുള്ള പ്രകൃതിദത്ത പരിഹാരമാണ്. വൈറ്റമിൻ E അടങ്ങിയ ഈ വിത്തുകൾ തലയൊട്ടിയിലെ രക്തയോട്ടം വർദ്ധിപ്പിക്കുന്നതിനും മുടി വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നതിനും മുടി കൊഴിച്ചിൽ തടയുന്നതിനും സഹായിക്കുന്നു. സൂര്യകാന്തി വിത്തിലെ ആന്റി ഓക്സിഡന്റുകൾ രോമകൂപങ്ങളെ ഓക്സിഡേറ്റീവ് സമ്മർദ്ദത്തിൽ നിന്നും രക്ഷിക്കുന്നതിൽ നിർണായകമായ പങ്കുവഹിക്കുന്നു. അതുവഴി അകാല നരയ്ക്കുള്ള സാധ്യത കുറയ്ക്കുന്നു. കൂടാതെ സിങ്ക്, സെലീനിയം തുടങ്ങിയ ധാതുക്കളുടെ സാന്നിധ്യം തലയോട്ടിയെ പോഷിപ്പിക്കുകയും താരൻ കുറച്ച് മുടിയുടെ മൊത്തത്തിലുള്ള ഗുണനിലവാരം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. നിങ്ങളുടെ ഭക്ഷണത്തിൽ സൂര്യകാന്തി വിത്തുകൾ ഉൾപ്പെടുത്തുന്നത് മുടിയുടെ ശക്തിയും തിളക്കവും വർദ്ധിപ്പിക്കുന്നതിനുള്ള ലളിതവും ഫലപ്രദവുമായ മാർഗമാണ്. ഇതുകൂടാതെ സൂര്യകാന്തി വിത്തുകൾ ആസ്മ ചികിത്സയ്ക്കും ഫലപ്രദമാണ്. ബ്രോങ്കിയൻ ആസ്മ, ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, റുമറ്റോയിക് ആർത്രൈറ്റിറ്റിസ് ആസ്മ തുടങ്ങിയ വിട്ടുമാറാത്ത വീക്കം ഉൾപ്പെടെയുള്ള അവസ്ഥകളിൽ സൂര്യകാന്തി വിത്തുകളിൽ കാണപ്പെടുന്ന ടോക്കോഫെറോളുകൾക്ക് വിരുദ്ധ ബാഹ്യാവിഷ്കാര ഗുണങ്ങളുണ്ട്. ഈ വിത്തുകൾ കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിലെ ഇരുമ്പിന്റെ അളവ് വർദ്ധിപ്പിക്കാൻ ഇടയാക്കുന്നു. അത് അനീമിയ രോഗങ്ങൾ ബാധിച്ചവർക്ക് ഫലപ്രദമാണ്. സൂര്യകാന്തി വിത്തുകളിൽ അടങ്ങിയിരിക്കുന്ന പ്രോട്ടീൻ നമ്മുടെ ഭക്ഷണക്രമത്തിൽ നല്ല മൂല്യവർധന ഉണ്ടാക്കുന്നു.
പേശികളുടെ വളർച്ചയെ സഹായിക്കുന്ന ഇതിലടങ്ങിയിരിക്കുന്ന കലോറിയുടെ സവിശേഷത സസ്യാഹാരികൾക്കും സസ്യാധിഷ്ഠിത പ്രോട്ടീന്റെ നല്ല ഉറവിടമാണ് സൂര്യകാന്തി വിത്തുകൾ. ഇതിൽ കാർബോഹൈഡ്രേറ്റ് കുറവാണ്. 100 ഗ്രാമിൽ വെറും 20 ഗ്രാം മാത്രമേ അടങ്ങിയിട്ടുള്ളൂ. അതുപോലെ തന്നെ 100 ഗ്രാമിൽ 227 മൈക്രോഗ്രാം നൽകുന്ന ഫോളേറ്റിന്റെ സമ്പന്നമായ ഉറവിടമാണിത്. ഉയർന്ന ഫൈറ്റോസ്റ്റെറോൾ ഉള്ളടക്കം കാരണം സൂര്യകാന്തി വിത്ത് കഴിക്കുന്നത് കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കും. വൈറ്റമിൻ ഇ, സിങ്ക്, സെലീനിയം എന്നിവയുടെ സാന്നിധ്യമാണ് സൂര്യകാന്തി വിത്തുകൾക്ക് പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നത്. വൈറ്റമിൻ ഇ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും നിരവധി പകർച്ചവ്യാധികളിൽ നിന്നും നമ്മെ സംരക്ഷിക്കുകയും ചെയ്യുന്നു. ഇത് ശക്തമായ ഒരു ആന്റി ഓക്സിഡന്റ് കൂടിയാണ്. കൂടാതെ ഫ്രീ റാഡിക്കലുകളെ നമ്മുടെ ശരീരത്തിലെ ആരോഗ്യകരമായ കോശങ്ങളെ നശിപ്പിക്കുന്നതിൽ നിന്നും തടയുന്നു. സിങ്ക് നമ്മുടെ ശരീരത്തെ വീക്കം, അലർജികൾ, ആക്രമണകാരികളായ രോഗാണുക്കൾ എന്നിവയിൽ നിന്നും സംരക്ഷിക്കുന്നു. അങ്ങനെ അണുബാധ തടയുകയും മൊത്തത്തിലുള്ള പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഇതിലടങ്ങിയിരിക്കുന്ന സെലീനിയം വീക്കം കുറയ്ക്കുകയും പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഫ്രീ റാഡിക്കലുകളിൽ നിന്നുള്ള ഓക്സിഡേറ്റീവ് സമ്മർദ്ദം കുറയ്ക്കാനും ഇത് സഹായിക്കുന്നു. ഇതിന്റെ വിത്തുകളിൽ അടങ്ങിയിരിക്കുന്ന നാരുകൾ രക്തത്തിലെ LDL കൊളസ്ട്രോളിന്റെ അളവ് കുറച്ച് ശരീരത്തിന് ഗുണം ചെയ്യുന്നു. ഇതിലടങ്ങിയിരിക്കുന്ന നിയാസിൻ അല്ലെങ്കിൽ വൈറ്റമിൻ B3 മൊത്തം കൊളസ്ട്രോൾ നിലയും ഹൃദ്രോഗ സാധ്യതയും കുറയ്ക്കുന്നു. വൈറ്റമിൻ ബി അല്ലെങ്കിൽ ഫാന്റോതെനിക് ആസിഡ് LDL കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കുകയും മൊത്തം സിറം കൊളസ്ട്രോളിന്റെ അളവ് കുറയ്ക്കുകയും ചെയ്യുന്നു. ഇത് ഓലിക്, ലിനോളിക് ആസിഡ് എന്നിവയാൽ സമ്പന്നമാണ്. കൂടാതെ പൂരിത കൊഴുപ്പും സോഡിയവും കുറവാണ്. ഇവയിൽ മഗ്നീഷ്യം, പൊട്ടാഷ്യം, ഫൈബർ എന്നിവയും അടങ്ങിയിട്ടുണ്ട്. രക്തസമ്മർദ്ദവും സിറം കൊളസ്ട്രോളിന്റെ അളവ് കുറയ്ക്കാനും ഇവ സഹായിക്കുന്നു. ഇവ കഴിക്കുന്നത് ഹൃദയമിടിപ്പ് കുറയ്ക്കുന്നു. ഈ ഫലങ്ങളെല്ലാം നമ്മുടെ ശരീരത്തെ ഹൃദയ സംബന്ധമായ അസുഖങ്ങളിൽ നിന്നും സംരക്ഷിക്കാൻ സഹായിക്കുന്നു. ഈ വിത്തുകളിൽ അടങ്ങിയിരിക്കുന്ന ബീറ്റാസീറ്റാസ്റ്റെറോൾ എന്ന ഫൈറ്റോസ്റ്റെറോൾ സ്ഥാനാർബുദം തടയാൻ സഹായിക്കുന്നു. ഇത് ട്യൂമർ കോശങ്ങളുടെ വളർച്ചയെ തടയുകയും ട്യൂമറിന്റെ വലിപ്പം കുറച്ച് മെറ്റാസ്റ്റാസിസ് തടയുകയും ചെയ്യുന്നു. ഈ വിത്തിലുള്ള ശക്തമായ ആന്റി ഓക്സിഡന്റിന്റെ സാന്നിധ്യവും ക്യാൻസർ സാധ്യത കുറയ്ക്കുന്നു. ഈ വിത്തുകൾ കഴിക്കുന്നത് പ്രത്യേകിച്ച് വൻകുടലിലെ ക്യാൻസറിനുള്ള സാധ്യതയെ വളരെയധികം കുറയ്ക്കുന്നു. ടൈപ്പ് 2 ഡയബറ്റിക് മിലിറ്റസ് രോഗികളിൽ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാൻ സൂര്യകാന്തി വിത്തുകൾ ഉപയോഗപ്രദമാണ്. ഇതിലടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ B6 നമ്മുടെ മാനസികാവസ്ഥയും ഏകാഗ്രതയും മെച്ചപ്പെടുത്തുകയും അതുകൂടാതെ മെമ്മറിയും വർദ്ധിപ്പിക്കുന്നു. ഇത് നമ്മുടെ ശരീരത്തിൽ സെറാട്ടോണിൻ, നോർപിനെഫ്രിൻ എന്നിവ പുറത്തുവിടുന്നു. ആർത്തവവുമായി ബന്ധപ്പെട്ട ലക്ഷണങ്ങൾ ലഘൂകരിക്കുന്നതിനും സൂര്യകാന്തി വിത്തുകൾ സഹായിക്കുന്നു. ഇതിന്റെ വിത്തിൽ പ്രോട്ടീനും നാരുകളും കൊണ്ട് സമ്പന്നമായതിനാൽ അവ നമ്മുടെ വയർ ദീർഘനേരം നിറഞ്ഞതായി തോന്നിപ്പിക്കുകയും ഭക്ഷണം കഴിക്കുന്നത് കുറയ്ക്കുകയും ഒടുവിൽ കഴിക്കുന്ന കലോറിയുടെ അളവ് കുറയുകയും ചെയ്യുന്നു. ഇത് ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുന്നു. ഇന്ത്യയുടെ പരമ്പരാഗത ഔഷധ സമ്പ്രദായമായ ആയുർവേദത്തിൽ സൂര്യകാന്തിയും അതിന്റെ വിവിധ ഭാഗങ്ങളും ചികിത്സാ ഗുണങ്ങൾക്കായി ഉപയോഗിച്ചു വരുന്നു. സൂര്യകാന്തിക്ക് തണുപ്പിക്കൽ ഗുണങ്ങളുണ്ടെന്ന് കണക്കാക്കപ്പെടുന്നു. ഇത് ആയുർവേദത്തിലെ പിത്തദോഷത്തെ സന്തുലിതമാക്കുന്നതിന് ഗുണം ചെയ്യും. ശരീരത്തിലെ മെറ്റബോളിസം, ചൂട് എന്നിവ നിയന്ത്രിക്കുന്നത് പിറ്റയാണ്. സൂര്യകാന്തി ഉൽപ്പന്നങ്ങൾ കഴിക്കുകയോ ഉപയോഗിക്കുകയോ ചെയ്യുന്നത് അധികം പിറ്റയെ ശമിപ്പിച്ച് വീക്കം, അസിഡിറ്റി, ചർമ്മത്തിലെ പ്രകോപനം തുടങ്ങിയ ചൂടുമായി ബന്ധപ്പെട്ട അവസ്ഥയുടെ ലക്ഷണങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും. അതുപോലെ സൂര്യകാന്തി വിത്തുകൾ ആയുർവേദത്തിൽ ദഹന ഗുണങ്ങൾക്കും പേരുകേട്ടതാണ്. ഇത് ആരോഗ്യകരമായ ദഹനവും ഉപാപചയ പ്രവർത്തനവും നല്ല രീതിയിലാക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. അതിന് ഇത് പച്ചയായോ വറുത്തോ കഴിക്കാം. ദഹന സംബന്ധമായ അസ്വസ്ഥതകൾ, ശരീരവണ്ണം അല്ലെങ്കിൽ മന്ദഗതിയിലുള്ള ദഹനം എന്നിവ അനുഭവിക്കുന്ന വ്യക്തികൾക്ക് അവ ഗുണം ചെയ്യും. ചർമ്മ സംരക്ഷണം, മുടിയുടെ ആരോഗ്യം, ഹൃദയാരോഗ്യം, മാനസിക ക്ഷേമം എന്നിവയൊക്കെ ആയുർവേദത്തിലും എടുത്തു പറയുന്നുണ്ട്. മുൻപ് പറഞ്ഞതിനാൽ അതിലേക്ക് കടക്കുന്നില്ല. ഇനിയും ഇതിന്റെ അമിത ഉപയോഗം മൂലമുണ്ടാകുന്ന പാർശ്വഫലങ്ങൾ കൂടി നോക്കാം. സൂര്യകാന്തി വിത്തുകൾ അമിതമായി കഴിക്കുന്നത് ഛർദി, വയറുവേദന, മലബന്ധം എന്നിവയ്ക്ക് കാരണമാകാം. ഇതിനോട് അലർജിയുള്ള വ്യക്തികൾക്ക് ഛർദി, തിണർപ്പ്, ശ്വാസതടസ്സം, വായ്ക്കു ചുറ്റും നീർവീക്കം, ചൊറിച്ചിൽ തുടങ്ങിയ ലക്ഷണങ്ങൾ കാണപ്പെടാം. സൂര്യകാന്തി വിത്തുകൾ കലോറിയാൽ സമ്പന്നമാണ്. അതുകൊണ്ട് തന്നെ അമിതമായി കഴിക്കുന്നത് ശരീരഭാരം കൂടാനിടയാക്കും. ഇതിന്റെ വിത്തിൽ കാഡ്മിയത്തിന്റെ അംശം അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ധാരാളം വിത്തുകൾ കഴിക്കുന്നത് നമ്മുടെ വൃക്കകളെ ദോഷകരമായി ബാധിക്കും. ഇതിന്റെ മുളപ്പിച്ച വിത്തുകൾ കഴിക്കുന്നത് അണുബാധയിലേക്ക് നയിച്ചേക്കാം. സൂര്യകാന്തി വിത്തുകൾ അമിതമായി കഴിക്കുന്നത് സ്ത്രീകളിൽ പാർശ്വഫലങ്ങളിലേക്ക് നയിച്ചേക്കാം. അതായത് കലോറി സാന്ദ്രത കാരണം ശരീരഭാരം വർദ്ധിക്കുകയോ അപൂർവ സന്ദർഭങ്ങളിൽ അലർജി പ്രതിപ്രവർത്തനങ്ങൾ ഉണ്ടാവുകയോ ചെയ്യാം. ഈ പ്രതിപ്രവർത്തനം കാരണം സൂര്യകാന്തി വിത്തുകൾ പ്രതിദിനം ഏകദേശം 1 കപ്പ് അല്ലെങ്കിൽ 300 ഗ്രാമിൽ കൂടുതൽ കഴിക്കാൻ പാടില്ല. ഇവിടെ നിങ്ങൾക്ക് അറിയുന്നതും അറിയാത്തതുമായ ധാരാളം സവിശേഷതകൾ വിശദമായ പഠനത്തിന് ശേഷം ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു. അതിലുപരി പരമാവധി പ്ലാന്റുകൾ കണ്ടെത്തി അത് നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കാനും ശ്രമിക്കുന്നു. അപൂർവങ്ങളായ ധാരാളം ചെടികൾ ഐവി പാരഡൈസിന്റെ ഷോപ്പിംഗ് സൈറ്റിൽ ലഭ്യമാണ്. അവ സൈറ്റിൽ നിന്നോ ഈ വീഡിയോയിൽ പറയുന്ന വാട്സപ്പിൽ ബന്ധപ്പെട്ടോ വാങ്ങാവുന്നതാണ്. സൂര്യകാന്തി ചെടിയുടെ വിപണനം, ഭക്ഷ്യ ഉപയോഗം,
വൈദ്യ ഉപയോഗം, ഇതിന്റെ അമിത ഉപയോഗം മൂലമുണ്ടാകുന്ന പാർശ്വഫലങ്ങൾ എന്നിവ ഉൾപ്പെടുത്തിയിട്ടുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രതികരണങ്ങളും ലൈക്കായോ കമന്റായോ രേഖപ്പെടുത്തുക. ഒപ്പം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള ചെടിയെക്കുറിച്ചുള്ള വിജ്ഞാനപ്രദമായ വീഡിയോകൾ തുടർന്നു ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.